ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴമായിരുന്നു ഒരു വർഷമൊക്കെ ആയിട്ട്. അപ്പോൾ ആ വ്യാഴമൊക്കെ ഒന്ന് മാറി അത് മെയ് മാസം 14-ാം തീയതിയോട് കൂടി 9-ലെത്തും. അപ്പം മെയ് വരയ്ക്ക് നമ്മൾ 9-ാം ഭാവത്തിലെത്തണം. പക്ഷെ ഇവിടെ നമുക്ക് 6-ലേക്ക് ശനീശ്വരൻ വരും. അപ്പോൾ വേറെ ഇതൊന്നല്ല, മെയ് വരയ്ക്ക് നമ്മൾ വളരെയധികം കെയർ ചെയ്യണം. രോഗാവസ്ഥകളൊക്കെ ഉള്ളവരാണെങ്കിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ആ തുലാക്കൂറിലുള്ളവർക്ക് ചിലവർക്കൊക്കെ വന്നിട്ടുണ്ടാവാം രോഗാവസ്ഥകളൊക്കെ. അതൊക്കെ നോക്കി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മെയ് 14-ാം തീയതിക്ക് അപ്പുറം അവർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ്. 9-ലാണ് നമ്മുടെ വ്യാഴം. അപ്പോൾ ഇത്ര നാൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ദോഷ ദുരിതങ്ങളൊക്കെ ഒന്ന് മാറി നമ്മുടെ വ്യാഴം നമുക്ക് ഏറ്റവും നല്ല ഭാവങ്ങൾ തരാനുള്ള നമ്മുടെ മനസ്സൊക്കെ ഒന്ന് സന്തോഷവും സമാധാനവും സാമ്പത്തികവുമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം അതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് തരിക. പിന്നെ ഈ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 3-ലേക്കാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇന്ന് കൊടുത്ത ധനം തന്നെ ഇപ്പോൾ കിട്ടും എന്നുള്ള ധാരണയിൽ പോകരുത്. നമ്മൾ വർക്ക് ചെയ്യുക, ആ വർക്കിലൂടെ ഉണ്ടാകുന്ന ധനമാണ് നമുക്ക് കൂടുതലായിട്ട് 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നമുക്ക് തരുന്നത്. പിന്നെ അവിടെ ശനിയെ കൊണ്ട് നമുക്ക് ദോഷങ്ങളില്ല. പിന്നെ 11-ലാണ് നമുക്ക് കേതു. അപ്പം പാപഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും 11-ാം ഭാവത്തിൽ കേതു നിന്നുകൊണ്ട് നമുക്ക് ദോഷമില്ല. ഇപ്പോൾ തുലാരാശിക്കാരെ സംബന്ധിച്ച് 11-ൽ കേതു നിന്നതുകൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും വരുന്നില്ല. ചില കാര്യങ്ങൾക്ക് ഈ സാമ്പത്തികമായിട്ട് ഇന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് കിട്ടിയെന്ന് വരില്ല, പക്ഷെ അത് കിട്ടും. അപ്പോൾ പാപഗ്രഹങ്ങളായാലും ഏത് ഗ്രഹങ്ങളായാലും 11-ാം ഭാവം ഏറ്റവും നല്ല ഭാവമാണ്. അപ്പോൾ കേതു 11-ൽ നിൽക്കുന്നതും ഈ തുലാരാശിക്കാർക്ക് ഏറ്റവും ഉത്തമമാണ്. പിന്നെ പുറത്തേക്കൊക്കെ വിദേശത്തേക്ക് പോകുന്നവർ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനായിട്ട് പൈസ കെട്ടി ജോലിയൊക്കെ എടുക്കുന്നവർ അവരൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9-ാം ഭാവത്തിൽ വ്യാഴമാണ്. നമുക്കത് പൈസ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 3 മാസം 2 മാസത്തിനുള്ളിൽ പോവാമെന്ന് പറഞ്ഞിട്ട് നിന്നാലും അത് നടന്നില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കെയർ ചെയ്ത് ശ്രദ്ധയോടുകൂടി ചെയ്താണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ പുതിയ പുതിയ ഓഫറുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, അങ്ങനെ ഒരു പുതിയ ഓഫർ വന്നാൽ ഉടനെ പൈസ കൊണ്ട് കൊടുക്കാനോ അതിനല്ല. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. അതാണ് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോവാം, നല്ല വടിയെ പ്രാർത്ഥിക്കുക. അതുപോലെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ ഗ്രഹങ്ങൾക്ക് പൂജ കൊടുക്കുക. പിന്നെ ഇവിടെ 9-ാം ഭാവത്തിൽ വ്യാഴമുള്ളത് കൊണ്ട് ഇടവിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പറ്റത്തൊക്കെ വഴിപാട് ചെയ്യുക, ഗണപതിക്ക് ഒരു ഗർഗമാലയൊക്കെ കൊടുത്ത് ശരീര സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളോ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് സാധിക്കും.